Sorry? Your room is okay. Okay, thank you. Good luck. Thank you. Thank you. നമ്മൾ ഇന്ന് ഈ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. റൂമെല്ലാം ഓക്കെ ആണെന്നാണ് ഇപ്പോൾ പുള്ളി പറഞ്ഞത്. ഇവിടെ നിന്ന് നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. വെൽക്കം ബാക്ക് ടു ട്രിപ്പ് ആൻഡ് ടെക് സ്റ്റോറീസ്. നമ്മളിന്ന് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വന്ന ബസ്സാണ് ഈ കിടക്കുന്നത്. നമ്മളാണ് ഇന്നത്തെ ഫസ്റ്റ് പിക്കപ്പ്. ഇപ്പോൾ സമയം ഏകദേശം 7:45 രാവിലെ. ബസ്സിൽ ഡ്രൈവറും ഗൈഡും ആണ് ഉള്ളത്. പോകുന്ന വഴിക്ക് വേറെയും ടൂറിസ്റ്റുകളെ പിക്കപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹോട്ടലിലെല്ലാം ചെക്കൗട്ട് ചെയ്തു. ഇനിയിപ്പോൾ തിരിച്ചിങ്ങോട്ട് വരത്തില്ല. ഇപ്പോൾ രാവിലെ നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാവരും ഓഫീസിലും ജോലിക്കൊക്കെ പോകുന്നതിൻ്റെ ഉള്ള ഒരു തിരക്കാണ് ഇപ്പോൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഹാനോയ് സിറ്റീൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ഹലോംബയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ക്രൂയിസിലാണ് ഇന്നത്തെ സ്റ്റേ. 2 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ചെക്ക് ഇൻ ചെയ്യും, എന്നിട്ട് നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ ആ കാണുന്നതൊക്കെ ടൂർ പ്രൊവൈഡറിൻ്റെയൊക്കെ ഓഫീസുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ക്ലൂക്ക് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ആപ്ലിക്കേഷനുണ്ട്, അതായത് നമ്മുടെ മൊബൈലിൽ ആപ്ലിക്കേഷനുണ്ട്, അതുവഴി വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. വിയറ്റ്നാമിൽ ഒരുപാട് ടൂർ പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഇതേ കണക്കുള്ള ഓരോ ട്രിപ്പുകളും ഓർഗനൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് അവരിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതേ കണക്കുള്ള ട്രിപ്പെല്ലാം ബുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇവിടുത്തെ ഒരു വളരെ പഴയ ഒരു കത്തീഡ്രലാണ്. സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ എന്നാണ് ഇതിൻ്റെ പേര്. 1960 എന്തോ പണി കഴിപ്പിച്ചതാണ് ഈ ഒരു കത്തീഡ്രൽ. ചെറുതായിട്ട് ഒന്ന് വണ്ടി തട്ടിയതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതായത് നമ്മുടെ വണ്ടി ഇവിടെ തിരിഞ്ഞു വന്നപ്പോഴത്തേക്കും ആ കാറ് കുറച്ച് മുന്നോട്ടെടുത്തു. ഈ ചേച്ചി എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടി പോകാൻ നോക്കി. അങ്ങനെ ചെറുതായിട്ട് ഒന്ന് വണ്ടിയിലേക്ക് വീണു, അതായത് കാറിലേക്ക് വീണ്. അപ്പോൾ കാർ ഒന്ന് ചെറുതായിട്ട് സ്ക്രാച്ച് ചെയ്തു. അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ സുഖമായിട്ട് പോകുമായിരുന്നു. ആ കാണുന്നത് ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റലാണ്. പുറത്ത് അമ്മമാരെയും കുഞ്ഞുങ്ങളുടെയൊക്കെ ഫോട്ടോസൊക്കെ എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഹോസ്പിറ്റൽ ആവാനുള്ള ചാൻസ് ഉണ്ട്, കാരണം സിറ്റിക്കകത്താണല്ലോ. ഈ കാണുന്നതാണ് ഹനോയ് ടവേഴ്സ്. ഇപ്പോൾ 2 ടവറായിട്ടാണ് ഈ ബിൽഡിംഗ് പണിതേക്കുന്നതെന്ന് പറഞ്ഞാൽ. ഏകദേശം 13 നിലയുണ്ട്. ഇതിനകത്ത് ഓഫീസും ഏറ്റവും മുകളിലൊരു ഹോട്ടലും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ സെൻട്രൽ ഹാനോയിലാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ഇന്നലെ പ്രിസണൊക്കെ കാണാൻ വന്നില്ലേ, അപ്പോൾ ആ ഒരു വഴി കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിവിടുത്തെ സുപ്രീം കോർട്ടാണ്. നമ്മൾ ഈ സിറ്റിക്കകത്തോടുകൂടി കുറേ നേരം കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പിക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പം സിറ്റിയുടെ പുറത്തേക്ക് പോകുന്നു, പക്ഷേ നല്ല ട്രാഫിക്കും ഉണ്ട്. ഒരുപാട് വലിയ ബ്രാൻഡുകളുടെയൊക്കെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഗുച്ചിയുടെ ഒരു ഷോപ്പാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ പാർട്ടി ഓഫീസാണെന്നാണ് തോന്നുന്നത്. ഈ കാണുന്ന ബസ് എല്ലാം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കാരണം എല്ലാ ബസ്സിൻ്റെയും സൈഡിൽ ക്രൂയിസിൻ്റെ ഫോട്ടോസ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ സിറ്റീൻ്റെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ സിറ്റിയിൽ നിന്നുള്ള ഒരു എക്സിറ്റാണ് ഈ ഒരു പാലം. ഇതിൻ്റെ അടിയിൽ കൂടെ ഒഴുകുന്നത് നമ്മൾ വന്നപ്പോൾ കണ്ട റെഡ് റിവർ തന്നെയാണ്. പിന്നെ ഈ ഒരു പാലത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈക്കിന് പോകാൻ വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് ഒരു റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾറെഡി സാധാ വണ്ടികൾ പോകുന്നത് 3 ലൈൻ വഴിയാണ്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ലൈനും കൂടി ബൈക്കിന് പോകാൻ വേണ്ടി മാത്രം. അത്യാവശ്യം നല്ല വീതി ഉണ്ടാകാത്ത ആ റോഡിന് തന്നെ ഏകദേശം ഒരു കാറ് വേണമെങ്കിൽ തന്നെ അതിനകത്തൂടെ പോകാൻ പറ്റും. നമ്മൾ പോകുന്ന ബസ്സിൻ്റെ ടൈപ്പ് നമ്മൾ ബുക്ക് ചെയ്യുന്ന ക്രൂയിസിനനുസരിച്ചായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു നല്ലൊരു അൾട്രാ ലക്ഷറി ആയിട്ടുള്ള ഒരു ക്രൂയിസാണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വരുന്ന ബസ്സും അതിനനുസരിച്ച് അടിപൊളിയായിരിക്കും. അപ്പോൾ ക്രൂയിസ് എയർ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് പിക്കപ്പ് ചെയ്യുകയും ചെയ്യും, അവരിവിടെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടും ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ക്യാബ് വേണമെങ്കിൽ ബുക്ക് ചെയ്ത് പോകാൻ പറ്റും അങ്ങോട്ടേക്ക്. ട്രെയിനൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടായിരുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ് കേട്ടോ. അതിൻ്റെ ടോളാണ് ഇപ്പോൾ പേ ചെയ്തത്. പിന്നെ ഈ എക്സ്പ്രസ് ഹൈവേയിൽ ബൈക്കൊന്നും അലൗഡ് അല്ല.
കാറുകളും വലിയ വണ്ടികളും മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്. എന്തായാലും നല്ല അടിപൊളി റോഡുകളാണ്. ഗ്രാമങ്ങളിലൂടെയാണ് ഈ റോഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള റോഡിലേക്കുള്ള കണക്ടിവിറ്റിയൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അണ്ടർ പാസേജും ഓവർ ബ്രിഡ്ജും അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ഒരു റോഡിലൂടെ ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു നോർമൽ ഹൈവേ ആണ് ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ കടന്നു പോയത്. നമ്മളെ ബസ്സിൻ്റെ ഡ്രൈവർ വണ്ടിന്ന് പറപ്പിച്ച് വിടുകയാണ്. ഒരുപാട് സമയമായി ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ ഒരു ബ്രേക്ക് പോയിന്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ വശത്തും ഇപ്പുറത്തെ വശത്തും റെസ്റ്റ് ഏരിയ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്യൂവൽ സ്റ്റേഷനും ഉണ്ട്. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാറുകളും ബസ്സുകളും. ഈ കിടക്കുന്ന മിക്ക ബസ്സുകളും ഹലോങ് ബേയിലേക്ക് പോകുന്നതാണ്. കാരണം മിക്ക ബസ്സിൻ്റെയും സൈഡിൽ ക്രൂയിസിൻ്റെ പടമുണ്ട്. ഈ സൈഡിൽ റെസ്റ്റ് റൂം ഉണ്ട്. അതിന് ഇപ്പുറത്തെ സൈഡിൽ കംപ്ലീറ്റ് ഹോട്ടൽസും അങ്ങനെ ചെറിയ ചെറിയ ഹോട്ടൽസ് എല്ലാമൊക്കെയാണ്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. എല്ലാവരും പല പല ബസ്സുകളിലും കാറുകളിലൊക്കെ ആയിട്ട് വന്നവരാണ്. അപ്പോൾ ഞാനിവിടേക്ക് ഒന്ന് കറങ്ങിയതിന് ശേഷം തിരിച്ച് ബസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെ ബസ്സാണ് ഈ കിടക്കുന്നത്, പിങ്കും വെള്ളം അടിച്ചത്. അപ്പോൾ ബസ്സിൻ്റെ സൈഡിൽ അവിടെ ക്രൂയിസിൻ്റെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് 2 ക്രൂയിസാണ് ഉള്ളത്. ഒന്ന് ചെറുതാണ്, പിന്നെ ഒരെണ്ണം അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഇവിടുത്തെ ബ്രേക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ വണ്ടി എടുക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാണുന്നത് ഒരു സീ പോർട്ടാണ്. അപ്പോൾ ഏത് പോർട്ടാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ പോർട്ടാന്ന് പറയാൻ കാരണം അവിടെ ഒരുപാട് ക്രെയിനുകൾ നിൽക്കുന്നുണ്ട്. നമ്മുടെ കണ്ടെയ്നറൊക്കെ ഇറക്കുന്ന രീതിയിലുള്ള ക്രെയിനുകളാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എത്താറായി. അപ്പോൾ അതിന് മുമ്പ് ഒരു ബ്രേക്കും കൂടി എടുക്കാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു പേൾ മ്യൂസിയം എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഈ പേളിൻ്റെ കൃഷിയൊക്കെ ചെയ്യുന്നതും പിന്നെ അത് വിൽക്കുന്നതൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ മിക്ക ബസ്സുകളും അങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് പേൾ മ്യൂസിയം. അവരിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ഒരു ഷോപ്പാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഒരു പ്രോസസ്സും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ. 1000 മുതൽ ലക്ഷങ്ങൾ വരെയുള്ള പേളുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പം പലതും ഓർണമെൻറ്റ്സ് ആയിട്ടാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന ലേഡീസാണ് നമുക്കിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ അവരിപ്പോൾ ഒരു കക്കയെ പിടിച്ചിട്ട് ഓപ്പൺ ചെയ്ത് തുറന്ന് കാണിച്ചു തന്നു. അതിനകത്തൊരു മുത്തുണ്ടായിരുന്നു. അപ്പോൾ അതാണിപ്പോൾ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്താണ് ഷോപ്പുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം വീഡിയോ അവിടെ എടുക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മൾ വന്ന റോഡ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന റോഡ്. ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി ആയിട്ടാണ് ഈ റോഡെല്ലാം പണിതിട്ടേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ എത്താറായി. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നേരെ ബോട്ടിലേക്കാണ്. അവിടെ നിന്ന് ബോട്ടിൽ കയറിയിട്ടാണ് നമ്മുടെ ക്രൂയിസിലേക്ക് പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചില ക്രൂയിസുകളെല്ലാം ഈ പോർട്ടിൽ തന്നെ ഉണ്ടാവും. ചിലത് നമുക്ക് ഇത് കണക്ക് ബോട്ടിൽ കയറി വേണം ആ ഒരു ക്രൂയിസിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ സൈഡിലൊക്കെ കാണുന്നത് ഭയങ്കര വലിയ ഹോട്ടൽസ് ആയിരുന്നു. അപ്പോൾ പണ്ട് ഈ ഹോട്ടൽസ് എല്ലാം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ കോവിഡിൻ്റെ മുന്നേ. അപ്പോൾ അതിന് ശേഷം ഇപ്പം കംപ്ലീറ്റ് ബിസിനസ് ഡൗൺ ആണ്. പോരാത്തതിന് ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ടൈഫൂൺ അടിച്ചായിരുന്നു. അപ്പോൾ അപ്പോഴും ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ഇപ്പോൾ അവർ അങ്ങനെ ഒന്നും റൺ ചെയ്യുന്നില്ല. എന്നാലും കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പം പോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലഗേജൊക്കെ എടുത്തിട്ട് ഇനി ഒരു ബോട്ടിൽ കയറി വേണം നമുക്ക് ക്രൂസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്.
ഒരുപാട് ക്രൂയിസുകൾ ഇവിടെ തന്നെ അടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അടുപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ ബോട്ടിൽ കയറി അങ്ങോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ ലാപൻഡോരൻ്റെ 2 ബോട്ടുകൾ ഇവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഡേ ക്രൂയിസും ഇവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരിക എന്നുള്ള രീതിയിലാണ് അതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ നിൽക്കുന്ന പുള്ളിയാണ് നമ്മുടെ ക്രൂയിസിലെ മാനേജർ. ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് ബോട്ടിലാണ് നമ്മൾ കയറേണ്ടതെന്നാണ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന ക്രൂയിസ് ഇത്തിരി ലക്ഷറി ഉള്ള ക്രൂയിസ്, നമ്മുടെ സെക്കൻഡ് ക്രൂയിസിലാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് പറഞ്ഞത്. അപ്പോൾ ഈ ഫ്രണ്ടിലിരിക്കുന്നത് ക്രൂയിസിലേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും വെള്ളമൊക്കെയാണ്. അതായത് വെള്ളം തൊട്ട് ചിക്കനും പച്ചക്കറിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ലഗേജസ് എല്ലാം അകത്തേക്കാണ് അവർ വെക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായി. അതായത് നമ്മൾ ഓൾമോസ്റ്റ് 4.5 മണിക്കൂർ എന്തോ എടുത്തു ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നൊരു ഒരു അരമണിക്കൂർ കൂടെ ഉണ്ട് ക്രൂസിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബോട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഈ ഹലോങ് ബേ എന്ന് പറയുന്നത് വലിയൊരു ഏരിയ ആണ് കേട്ടോ. അതായത് ഫേമസ് ആയിട്ടുള്ള ഒരു ഉൾക്കടലിനാണ്. ഈ ഉൾക്കടലിനകത്ത് ലൈം സ്റ്റോൺ കൊണ്ടുള്ള ഒരുപാട് മലകളുണ്ട്. ആ മലകളുടെ മുകളിൽ ചെറിയ ചെറിയ ഫോറസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ യുനെസ്കോവിൻ്റെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈം സ്റ്റോൺ മലയുടെ ഇടയിലൂടെയുള്ള ഒരു ക്രൂയിസാണ്. ഈ ഒരു ഹലോങ് ബേ 3 ഏരിയ ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. അതായത് ആദ്യത്തേത് ഹലോങ് ബേ എന്ന് പറയുന്നത്, രണ്ടാമത്തേത് ലാങ്ഹാങ് ബേ എന്ന് പറയും, ലാസ്റ്റാണ് നമ്മളെ ബായ്തുങ് ലോങ് ബേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹലോങ് ബേ ആണ് യുനെസ്കോവിൻ്റെ പട്ടികയിലുള്ളത്. ഈ ഹലോങ് ബേ എന്ന് പറയുന്ന ഏരിയ യുനെസ്കോവിൻ്റെ പട്ടികയിൽ ഉള്ളത് കൊണ്ട് തന്നെ അതുവഴി പോകുന്നത് മൊത്തവും നല്ല അൾട്രാ ലക്ഷറി ആയിട്ടുള്ള ക്രൂയിസുകളാണ്. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ആ വഴി പോകുമ്പോഴത്തേക്കും 2-3 സൈറ്റ് സീൻ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ആക്ച്വലി അതൊരു ഓവർ ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ലാങ്ഹാങ് ബേ എന്ന് പറയും. അപ്പോൾ ഹലോങ് ബേ വഴി തന്നെയാണ് പോകുന്നത്, പക്ഷെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ലാങ്ഹാങ് ബേ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ക്രൂയിസിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ക്രൂയിസിൽ സ്റ്റേ മാത്രമല്ല, അപ്പോൾ കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. അതായത് അവർ കയാക്കിംഗ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കടലിൽ വേണമെങ്കിൽ ചാടിക്കുള്ളിക്കാം. പിന്നെ അതേ കണക്ക് തന്നെ ഒരു കേവ്സിൽ പോകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു നൈറ്റും 2 ഡേയ്സും ആണ് നമ്മളിപ്പോൾ ബുക്ക് ചെയ്തേക്കുന്നത്. ഈ ക്രൂയിസിൽ നിന്നൊക്കെ ഉള്ള സൺറൈസും സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു ക്രൂയിസിൽ കടലിൽ നിൽക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ സൂപ്പർ എക്സൈറ്റഡ് ആണ് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കിടക്കുന്നത് ഒരു അൾട്രാ ലക്ഷറി ടൈപ്പിൽ വരുന്ന യോട്ടാണ്. വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടോ, നല്ല പച്ച പച്ചയാണ് കിടക്കുന്നത്. ആക്ച്വലി ഇന്നിപ്പോൾ ക്ലൈമറ്റ് കുറച്ച് ക്ലൗഡിയാണ്. അപ്പോൾ നല്ല വെയിലുള്ള സമയത്തുണ്ടല്ലോ ഈ വെള്ളമൊക്കെ കാണാൻ വേണ്ടി നല്ല അടിപൊളിയായിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഡ്രോൺ ഷോട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയൻ്റെ ഭംഗി അറിയാൻ പറ്റും. ആ പോകുന്നത് ഒരു 1 ഡേ ക്രൂയിസാണ് കേട്ടോ. അടിപൊളിയാണ് ഈ ക്രൂയിസുകളെല്ലാം. വിത്ത് ഫുഡുള്ള ക്രൂയിസുകളും ഉണ്ട്. അപ്പോൾ സമയവും കാശൊക്കെ കൺസ്ട്രെയിൻ ആയിട്ടുള്ളവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ക്രൂയിസൊക്കെ ഫുള്ള് AC ആയിരിക്കും. അപ്പോൾ നമുക്കെല്ലാവർക്കും സേഫ്റ്റി ജാക്കറ്റ് തന്നു വിടാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ ഒരു ചെക്കിംഗ് പോയിന്റ് ഉണ്ട്. അതായത് വിയറ്റ്നാമീസ് ഓഫീസേഴ്സിൻ്റെ ഒരു ചെക്കിംഗ് പോയിന്റ്. അപ്പോൾ അവിടേക്ക് ഈ ബോട്ടുകളെല്ലാം ചെന്നിട്ട് അവർ ചെക്ക് ചെയ്യും. അപ്പോൾ കൈൻഡ് ഓഫ് കോസ്റ്റ് ഗാർഡ് എന്നാണ് തോന്നുന്നത്.
ആ കിടക്കുന്നതൊക്കെ ഹാലോങ് ബേയിലേക്ക് പോകാനുള്ള ക്രൂയിസുകളാണ്. സോ ജാക്കറ്റിലൊക്കെ നമ്മുടെ ക്രൂയിസിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, ലാ പൊണ്ടര എന്ന്. നമ്മളിപ്പോൾ ചെക്കിംഗ് പോയിന്റിലെത്തി. അപ്പോൾ എല്ലാ ബോട്ടുകളും ഇവിടെ വന്നിട്ട് പോകണമെന്നാണ് റൂള്. അവിടെ 1-2 പോലീസുകാർ ഇരിപ്പുണ്ട്. ഇവർ പാസഞ്ചേഴ്സ് ലിസ്റ്റെല്ലാം അവർക്ക് കൊണ്ട് കൊടുത്തായിരുന്നു. ആ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ ഉടനെ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം ജാക്കറ്റ് ഊരി മേടിച്ചു കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ടഗ്ഗുകളാണ് കേട്ടോ. മിക്കവാറും വെള്ളമായിരിക്കും അതിനകത്തുള്ളത്. കാരണം ഒരുപാട് ക്രൂയിസുകളുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടഗ്ഗുകളാണിത്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്രൂയിസിലേക്ക് എത്താറായി. അപ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൂയിസിലെ ജീവനക്കാരെല്ലാം അവിടെ താഴെ നിൽപ്പുണ്ട്. അപ്പോൾ അവർ നമ്മളെ നോക്കി വേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രൂയിസിന് 4 ഡെക്കാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളിന്നിപ്പോൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ക്രൂയിസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടൂർ ഗൈഡാണ് ഇപ്പോൾ നമുക്ക് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ പുള്ളിയുടെ പേര് വിക്ടർ എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ക്രൂയിസിലേക്ക് കയറുകയാണ്. ക്രൂയിസിൻ്റെ ബാക്കിൽ കൂടിയാണ് കയറുന്നത്. ഇതാണ് ഏറ്റവും താഴത്തെ ഡെക്ക്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ 3 ഡെക്കും കൂടിയുണ്ട്. അപ്പോൾ മുകളിലത്തെ ഡെക്കിലേക്ക് കയറുന്നത് ഈ ഒരു സ്റ്റെപ്പ് വഴിയാണ് കേട്ടോ. അപ്പം അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെയാണ് നമുക്ക് ഫുഡെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. ആ ഒരു ഡെക്കിൽ പിന്നെ ഒരു 2 റൂംസും കൂടിയുണ്ട്. അപ്പോൾ ഈ താഴത്തെ ഡെക്കിൽ ആണ് ഒരുപാട് റൂമുകളുള്ളത്. പിന്നെ ഈ 3ാമത്തെ ഡെക്കിൽ കുറച്ച് റൂംസ്, 1-2 റൂമുണ്ട്. ക്യാബിനും അവിടെയാണ്. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ നമുക്ക് ഹോട്ട് ടവലേക്ക് തന്നു. 3 പേരുള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു ടേബിളാണ് തന്നെ. ഈ ഗ്ലാസ്സിൽ വെച്ചേക്കുന്നത് ലിക്കറൊന്നുമല്ല കേട്ടോ, ഇത് ഗ്രീൻ ടീ ആണ്. നമുക്ക് ഒരു ചെറിയൊരു ബ്രീഫിംഗ് ഉണ്ട്. അതായത് ഈ ക്രൂസിൻ്റെ മാനേജർ ഈ ക്രൂസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയാണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് പുറത്തേക്ക് പോകുന്നത്, ബാക്കിയുള്ള ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളി ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഈ ഒരു ബ്രീഫിംഗ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ള റൂംസിൻ്റെ കീ അവർ തരും. അപ്പോൾ റൂമിൽ പോയിട്ട് ലഗേജ് എല്ലാം വെച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചിവിടെ തന്നെ വരണം. കാരണം ഇന്നത്തെ ലഞ്ച് ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കഴിക്കുന്നത്. ഫുഡെല്ലാം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് നമ്മുടെ റൂമിൻ്റെ ചാവി കിട്ടി. അപ്പോൾ 202 റൂം നമ്പർ. ഇപ്പോൾ ക്രൂസിൻ്റെ ഫ്രണ്ടിലാണ് ഈ റൂം വന്നേക്കുന്നത്. നമ്മുടെ കൂടെ മോളും കൂടി ഉള്ളതുകൊണ്ട് 2+1 എന്നുള്ള ഒരു കോൺഫിഗറേഷനിലുള്ള ഒരു റൂമാണ് ഇപ്പോൾ പോയി തന്നേക്കുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോകുമ്പോഴത്തേക്ക് വെച്ചേക്കുന്ന എല്ലാ അമിനിറ്റീസും ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളവും ഹീറ്ററും പിന്നെ ടീ കോഫി സാഷയും ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള ഒരു വ്യൂ. ഒരു രക്ഷയില്ലടോ, അടിപൊളി വ്യൂ ആണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല എങ്ങനെ ഒരു റൂം കിട്ടുമെന്ന്. വന്നപ്പോൾ വിചാരിച്ചു നമുക്കൊരു സാധാരണ റൂമായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് നല്ല അടിപൊളി റൂം. ഒരു പ്രൈവറ്റ് ബാൽക്കണി ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഈ ക്രൂസിൻ്റെ ഏറ്റവും നല്ല റൂമാണ് ഇപ്പോൾ നമുക്ക് തന്നേക്കുന്നത്. ഇതേ കണക്ക് ഒരു റൂമും കൂടിയുണ്ട് അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ ആകെ ഈ 2 റൂംസുമാണ് ഈ ഒരു ഫ്രണ്ട് വ്യൂ കിട്ടുന്ന ഒരു റൂം ഉള്ളത്. അപ്പോൾ വാഷ്റൂമൊക്കെ നല്ല അടിപൊളി വാഷ്റൂമാണ്. ടവൽസ് എല്ലാം വെച്ചിട്ടുണ്ട്, ഡെൻ്റൽ കിറ്റ് എല്ലാം ഉണ്ട്, ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ എല്ലാം വരുന്നുണ്ട്. നല്ല അടിപൊളി ഒരു ബാത്റൂം. നമ്മുടെ ക്രൂയിസ് ഇപ്പോൾ സ്ലോലി മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് കിടക്കുന്ന ക്രൂയിസും മൂവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഈ ചെറിയൊരു പാസേജിലൂടെയാണ് കേട്ടോ നമ്മൾ ക്രൂയിസിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നത്. ഈ കാണുന്നതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് ഭംഗിയാണ്. ക്യാമറയിലൊക്കെ എടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇവിടെ സൈഡിലായിട്ട് ഒരുപാട് ക്രൂയിസുകൾ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാം സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൂയിസിൻ്റെ ഫ്രണ്ട്. ഇപ്പോൾ 2 സൈഡിൽ കൂടെയും സ്റ്റെപ്പുണ്ട് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൂമിൽ രണ്ടുപേരും കൂടി വ്യൂ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കോൾ വന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സമയമായെന്നും പറഞ്ഞിട്ട് ഒരു സൂപ്പ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ലഞ്ച് തുടങ്ങിയത്. പിന്നെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പ്രിംഗ് റോളും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സോസും സാലഡ്സും, പിന്നെ ഒരു ലോബ്സ്റ്റർ ആൻഡ് ഫിഷ് കേക്ക്. പിന്നെ മെയിൻ കോഴ്സായിട്ട് വന്നത് റൈസും ഫിഷ് ഫ്രൈ മാംഗോ സോസുമാണ്. പിന്നെ ലാസ്റ്റ് ഡെസേർട്ടും. ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ലഞ്ച്. നിങ്ങൾ വിയറ്റ്നാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണം കേട്ടോ. ഒരു കാരണവശാലും വിടരുത്, കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ഈ ഒരു സ്ഥലം. കടലിനകത്ത് ഇതേ കണക്കുള്ള ഒരു പ്രദേശത്തോടുകൂടി ഒരു ക്രൂയിസും അതിൽ നിന്നുള്ള ഒരു സൺറൈസും സൺസെറ്റും ഒക്കെ കാണാൻ പറ്റുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. സോ നമ്മുടെ ക്രൂയിസിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. അപ്പോൾ ഈ ഗ്ലാസിട്ട ഏരിയയിലാണ് നമ്മുടെ ക്രൂയിസിൻ്റെ ക്യാപ്റ്റൻ ഇരിക്കുന്നത്. ഞാൻ ഈ ക്രൂയിസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പിലൂടെയാണ് നമ്മളിപ്പോൾ മുകളിലേക്ക് കയറുന്നത്. 3rd ഡെക്കിലാണ് നമ്മുടെ ക്രൂയിസിൻ്റെ ക്യാപ്റ്റൻ ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ട സൂപ്പർ ലക്ഷറി ആയിട്ടുള്ള യോട്ടൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിലും ഉണ്ട് 2 റൂം. അത് കഴിഞ്ഞാണ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പാർട്ടി ഏരിയ ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഗെയിംസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഇവിടെ പാർട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ വന്ന ബോട്ടും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ റൂമുകളൊന്നുമില്ല, കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നാളെ രാവിലെ ഇവിടെ വെച്ച് ഒരു ഗ്രൂപ്പ് എക്സസൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മുകളിലത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഈ സൈഡിൽ ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ AC കംപ്രസറാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റിംഗ് ടൈമാണ്. ഇപ്പോൾ വൈകുന്നേരം നമുക്ക് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. കയാക്കിംഗ് ആണ് ആദ്യത്തെ ആക്ടിവിറ്റി. അപ്പോൾ നമ്മുടെ ഗൈഡ് വിക്ടർ എങ്ങനെയാണ് കയാക്കിംഗ് ചെയ്യുന്നതെന്നുള്ള ഒരു ട്യൂട്ടോറിയലാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു 3 പേർ കൂടി ഇങ്ങനെ ട്രൈ ചെയ്യാമെന്ന്. എന്തായാലും ലൈഫ് ജാക്കറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അഥവാ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാലും താഴ്ന്നൊന്നും പോകത്തില്ല. വൈഫ് മുന്നിൽ കയറി മോളെ നടുക്കിയിരുത്തി, ഞാൻ പുറകിലും. ഇപ്പോൾ എൻ്റെ മോക്കാണെങ്കിൽ ഒരു പേടിയില്ല. പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ് ആണ് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കയാക്കിംഗ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 പേർക്കും അറിയത്തില്ല ഇതെങ്ങനെയൊക്കെയാണ് തുഴയേണ്ടതെന്നാണ്. ഫ്രണ്ടിലിരിക്കുന്ന ഡ്രൈവർക്കാണെങ്കിൽ ഒട്ടും അറിയത്തില്ല കേട്ടോ എങ്ങോട്ട് തുഴയണമെന്ന്, യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതിനിടയ്ക്കാണെങ്കിൽ ഇവിടെ ഒരാളെന്ന് വെള്ളത്തിൽ കളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ഇതിൽ നമ്മൾ തുഴയാൻ തുടങ്ങി. അപ്പോൾ വിക്ടർ നമ്മുടെ ഫോട്ടോ എടുക്കുകയാണ്. ഇത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ നമ്മൾ കയാക്കിംഗ് തുടങ്ങുന്ന ടൈമിൽ തന്നെ പറഞ്ഞായിരുന്നു ഈ ഒരു ഏരിയയിൽ തന്നെ നിൽക്കണം, ദൂരെ എങ്ങും പോരുത്. ഇപ്പോൾ കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വരാൻ പറ്റത്തില്ല. അപ്പോൾ അത്യാവശ്യം ദൂരെയാണെന്നുണ്ടെങ്കിലും അവർക്ക് കാണാൻ പറ്റുന്ന ദൂരത്തിൽ മാത്രമേ നിൽക്കാവെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്യണം ഈ ഒരു ആക്ടിവിറ്റി. ഉൾക്കടലായതുകൊണ്ട് തന്നെ അധികം തിരയൊന്നുമില്ല. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്.
ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ബോട്ടിലോട്ട് ചെല്ലാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽ വന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് ബോട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്വിമ്മിങ് ആണ്. അത് വേറൊരു ലൊക്കേഷനിലാണ് കേട്ടോ. അത് സ്വിമ്മിംഗ് പൂളിലൊന്നുമല്ല, നമ്മൾ ഈ കടലിലേക്ക് തന്നെ അങ്ങ് ചാടുകയാണ്. ഇനി അടുത്തൊരു ടാസ്ക്കാണ് ഇതിലോട്ട് അടുപ്പിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എല്ലാവരും തിരിച്ചും വരുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് കയാക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. 3 പേരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത ആക്ടിവിറ്റിയാണ്. അപ്പോൾ കുറേ ആൾക്കാരെല്ലാം വെള്ളത്തിൽ ചാടി. അപ്പോൾ ഞാനും വെള്ളത്തിൽ ചാടാൻ പോവുകയാണ്. എനിക്ക് നീന്തൽ അറിയാം, എന്നാലും ഞാൻ കടലിലൊന്നും അധികം നീന്തിയിട്ടില്ല. സേഫ്റ്റി ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും കൂടി അങ്ങ് ചാടുകയാണ്. സോ ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ താഴ്ന്നു പോകത്തില്ല എന്തായാലും. അങ്ങനെ കടലിൽ ചാടി കുളിച്ചു തിരിച്ച് ക്രൂയിസിലേക്ക് പോവാണ് നമ്മളിപ്പോൾ. ഇപ്പോൾ ഈവനിങ് ടൈമായി, കുറച്ച് ക്ലൗഡിയാണ്, മഴയും പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സൺസെറ്റ് എന്തായാലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മളിപ്പോൾ തിരിച്ച് ക്രൂയിസിലെത്തി. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം, കാരണം കടലിൽ ചാടി കുളിച്ചാണല്ലോ. അപ്പോൾ പുറത്ത് മൊത്തം ഉപ്പാണ്. അപ്പോഴാണ് ഈ സൈഡിൽ ഒരു ചെറിയ വെള്ളത്തിൽ കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ ഒരാൾ വന്നത്. ചിപ്സും ലേസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായി കാണും. സൺസെറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല, കാരണം ക്ലൗഡി ആയതുകൊണ്ട്. എല്ലാ ക്രൂയിസുകളും ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു സെയിലിങ്. അപ്പോൾ ക്രൂയിസിൽ എല്ലാത്തിലും ലൈറ്റും വന്നു. കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇപ്പോൾ. ഇന്നത്തെ രാത്രിയുള്ള ഒരു ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് ക്ലാസ് ആണ്. നമ്മുടെ വിക്ടർ തന്നെയാണ് ആ കുക്കിംഗ് ക്ലാസ് തന്നെ. അപ്പോൾ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇവിടുത്തെ സ്പ്രിംഗ് റോൾ. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇപ്പോൾ വിക്ടർ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വെജ് ആൻഡ് നോൺ വെജ് ആണ് ഉണ്ടായിരുന്നത്. നേരത്തെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെ കഴിക്കും കഴിക്കില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ വെജാണോ നോൺ വെജാണോ, നമ്മൾ ചിക്കൻ കഴിക്കുമോ പോർക്ക് കഴിക്കുമോ, പിന്നെ ഫിഷ് കഴിക്കുമോ, അങ്ങനെ എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു ബസ്സിൽ വെച്ചിട്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ നമ്മുടെ ഫുഡെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡിന്നർ ടൈമായി. ബഫേ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഫുഡായിരുന്നു. ചിക്കനും പോർക്കും ഫിഷും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ഫിഷിങ്. അപ്പോൾ നമ്മുടെ ക്രൂയിസിൻ്റെ ബാക്കിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഫിഷിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പേരും ട്രൈ ചെയ്ത് നോക്കി, ഒന്നും കിട്ടിയില്ല. അപ്പോൾ അവർ റെഡ് ലൈറ്റൊക്കെ കൊണ്ടുവന്ന് ഇട്ട് നോക്കി, പക്ഷേ എന്നിട്ടും ഫിഷുകളൊന്നും കിട്ടിയില്ല ആർക്കും. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫിഷിനെ കിട്ടത്തുള്ളൂ. മെയിനായിട്ട് ഇവിടെ ഉള്ളത് ലോബ്സ്റ്റേഴ്സാണ്. മുകളിൽ DJ നടക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോയി. എന്തായാലും ഞാൻ ഫുള്ളി ടയേർഡാണ്. സോ ഞാനിപ്പോൾ റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നെക്സ്റ്റ് ഡേയിലെ കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ഫോർ എവരിവൺ.